നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പോസ്റ്റിനെതിരെ ആഞ്ഞടിച്ചു BJP നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം MP-യുടെ പോസ്റ്റ് സഹ ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന നാണംകെട്ട രാഷ്ട്രീയമാണ് കാണിക്കുന്നതെന്ന് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ എക്സിൽ ഒരു ചോദ്യവും ഉത്തരവുമുള്ള ചിത്രം പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഉത്തർപ്രദേശ് എന്ന് എന്താണ് വിളിക്കുന്നത് എന്നായിരുന്നു ഹിന്ദിയിലെ ചോദ്യം. उत्तरम इदायिरुന്നു. वे प्रदेश जहां परीक्षा से पहले उत्तर का पता चल गए इसे उत्तर प्रदेश कहता है. പരീക്ഷയ്ക്ക് മുൻപ് ഉത്തരം അറിയാവുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് എന്നാണ്. ഇതിനു പുറമെ തരൂർ പോസ്റ്റിനെ ഷണ്ടാർ എന്ന് വിശേഷിപ്പിക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻകൈക്ക് സ്വൈപ്പായി പരീക്ഷ പേ ചർച്ച എന്ന ഹാഷ്ടാഗ് ചേർക്കുകയും ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തരൂറിന്റെ ട്വിറ്ററിനോട് പ്രതികരിച്ചു. മറ്റ് സഹ ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന നാണംകെട്ട നികൃഷ്ട രാഷ്ട്രീയം കോൺഗ്രസ് വഴിയാണ് ഈ ആഗോള പൗരൻ പ്രകടമാക്കിയതെന്നാണ് അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിലെ മറ്റൊരംഗമായ പീട്രാഡെ ഇന്ത്യക്കാരെ ആഫ്രിക്കക്കാർ, ചൈനക്കാർ, മിഡിൽ ഈസ്റ്റേൺ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇതേപോലെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുവാനും നിസ്സാരവൽക്കരിക്കുവാനും കാരിക്കേച്ചർ ചെയ്യുവാനും തരൂർ തിരഞ്ഞെടുത്തതിൽ അത്ഭുതമുണ്ട് എന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ശരിയായി, ശശി തരൂർ, ഈ പ്രഭാഷണത്തെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഉത്തർപ്രദേശ് നമ്മുടെ നാഗരികതയ്ക്കുള്ള സംഭാവനകൾക്ക് പേരുകേട്ടതാണ്. കൂടാതെ എണ്ണമറ്റ സാഹിത്യ പ്രതിഭകളെയും രാഷ്ട്രീയ പ്രതിഭകളെയും നേട്ടങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. വിരോധാഭാസം എന്ന് പറയട്ടെ, എല്ലാ കോൺഗ്രസ് നേതാക്കളും ആദരാഞ്ജലി അർപ്പിക്കുന്ന ആദ്യത്തെ കുടുംബവും ഇവിടെയാണ്. മികച്ച സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടിയെന്ന പദവി ഉണ്ടായിരുന്നിട്ടും ഒരു സംസ്ഥാനം മുഴുവൻ ഇതേപോലെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുവാനും നിസ്സാരമാക്കുവാനും കാരിക്കച്ചർ ചെയ്യാനും നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഗൗരവമായ ആത്മപരിശോധന ആവശ്യമാണ് സുഹൃത്തെ എന്നും പുരി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് നേതാവ് ഭ്രാന്തിന്റെ വഞ്ചനാപരമായ കുശുകുശുപ്പുകൾക്ക് കീഴടങ്ങി. അയാളുടെ മനസ്സ് വിഭ്രാന്തിയുടെ മൂടൽമഞ്ഞിൽ അകപ്പെട്ടിരിക്കുന്നു. ശശി തരൂരിന്റെ പോസ്റ്റിനോട് പ്രതികരിച്ച ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. കൂടാതെ ഈ മാന്യൻ വിവിധ സംസ്കാരങ്ങളെ ആദ്യം വടക്കു കിഴക്കിലും ഇപ്പോൾ UP-യിലും ശ്രദ്ധേയമായ കാസ്റ്റിക് വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നതിൽ ഏർപ്പെടുന്നു. അയാൾ ഭ്രാന്തിന്റെ വഞ്ചനാപരമായ കുശുകുശുപ്പുകൾക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്നും ശർമ്മ പറഞ്ഞു.